ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ പപ്പടം വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് പപ്പടം. അപ്പോൾ ഈ പപ്പടം മിക്കവാറും എല്ലാവരും കടകളിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നല്ല ടേസ്റ്റുള്ള, അതുപോലെ യാതൊരു മായവും ചേർക്കാത്ത പപ്പടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാനിവിടെ ഒരു 100 ഗ്രാം ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉഴുന്ന് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഉഴുന്ന് കൊണ്ടാട്ടോ നമ്മൾ പപ്പടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉഴുന്ന് നമ്മൾ പൊടിച്ചെടുത്തു. അപ്പോൾ അതിലൊരു കുറച്ച് തരിയുണ്ട്, അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല, നല്ല നൈസ് പൊടിയായിരിക്കണം. ഇതാ ഇത്രയും ഉഴുന്ന് പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉഴുന്നുകൊണ്ടാണ് നമ്മളിനി പപ്പടം ഉണ്ടാക്കാൻ പോകുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഉഴുന്ന് പൊടിയിലേക്ക് ഒരു 1/4 സ്പൂണോളം സോഡാപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക സോഡാപ്പൊടി. കാരണം ഇളക്കിയില്ലെങ്കിൽ ഈ സോഡ പൊടി ഉഴുന്നിൽ അവിടെ ഇവിടെ കിടക്കും. എന്നിട്ട് കൈ കൊണ്ടുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉപ്പ് ചേർത്ത വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രൂപത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും പപ്പടം എന്ന് പറയുന്നത് വലിയ ഇഷ്ടമാണ്. ചുരുക്കം ചിലർക്ക് പപ്പടം ഇഷ്ടമില്ലാതെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുട്ടിനാണെങ്കിലും പിന്നെ ഉപ്പുമാവിനാണെങ്കിലും എന്തിനും നമുക്ക് പപ്പടം വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ പപ്പടം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. മിക്കവാറും കടകളിൽ നിന്ന് കിട്ടുന്ന പപ്പടം എല്ലാം മൈദ കൊണ്ടുള്ള പപ്പടമായിരിക്കും. ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമേ നമുക്ക് ഉഴുന്ന പപ്പടം കിട്ടുള്ളൂ. പക്ഷേ അതും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല, എന്തൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അറിയേയില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം നമ്മളത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പരത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കുറച്ച് പൊടി തൂവുക. അപ്പം ഞാനിട്ടിരിക്കുന്നത് ഗോതമ്പ് പൊടിയാട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച ആ മാവ് വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് തറയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ മാവ് പൊടിയിൽ നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളത് ഒന്ന് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തുക. ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി നമ്മൾ ഈ പരത്തിയ ഈ മാവിൻ്റെ മുകളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചായാലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നല്ല കട്ടിയുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് നന്നായിട്ട് മാവ് ഇടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് നമ്മൾ ഉള്ളിമുളകും ചതയ്ക്കുന്ന ആ ഇടികല്ലിൻ്റെ ആ കല്ലുണ്ടല്ലോ, ആ കല്ലുകൊണ്ടാണ് ഞാൻ ഇടിക്കുന്നത്. അപ്പം നല്ലപോലെ ഇടിച്ചു കൊടുക്കുക. ഇതിനകത്ത് ഈ പപ്പടം ഉണ്ടാക്കുന്നതിലൊരു പ്രധാനപ്പെട്ട പ്രക്രിയ കേട്ടോ. കാരണം നന്നായിട്ട് ഇടിച്ച് മാവ് നല്ല മയം വന്നാലാണ് പപ്പടത്തിന് നല്ല സോഫ്റ്റ്നെസ്സും എന്നാൽ പപ്പടം നന്നായിട്ട് പൊള്ളി വരുള്ളൂ. നല്ലപോലെ മാവ് ഇടിച്ചു കൊടുക്കുക. അങ്ങനെ ഇടിച്ചിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതൊന്നുകൂടി മടക്കുക, വീണ്ടും ഇടിച്ച് മയപ്പെടുത്തുക. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്യുക. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പപ്പടം ഉണ്ടാക്കുന്ന ആളുകളുടെ കയ്യിൽ ഇതുപോലെ ഇടിക്കാൻ വേണ്ടിയിട്ടൊരു വലിയ കനമുള്ള മുട്ടി ഉണ്ടാവും. അത് വെച്ചിട്ടാണ് അവർ ഇടിക്കുന്നത്. പപ്പടം മുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ പപ്പടം മുട്ടി കൊണ്ട് നല്ലപോലെ ഇടിച്ച് മയം വരുത്തണം. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള കല്ലെടുത്ത് നല്ലപോലെ ഇടിച്ച് മയം വരുത്തുക. അങ്ങനെ ഓരോ തവണയും വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് മടക്കി നന്നായിട്ട് ഇടിച്ച് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റായിരിക്കും.
അപ്പം നമ്മൾ മാവെല്ലാം നല്ലപോലെ ഇടിച്ച് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഒന്നുകൂടി മടക്കിയിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്നുകൂടി ഇടിച്ചിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഇടി ഒരു ചെറിയ പണിയാണെന്നേ ഉള്ളൂ, പക്ഷേ ഇത് കഴിക്കുമ്പോൾ അതിൻ്റേതായ തൃപ്തിയുണ്ട്. ഇനി നമ്മൾ ആ ഇടിച്ച് മയം വന്ന മാവ്, നല്ല സോഫ്റ്റായിട്ടോ മാവ്, നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പം നമ്മൾ പരത്തുന്ന പ്രതലത്തിൽ പിടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പൊടിയിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പരത്തി എടുക്കുക. പരത്തുക ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ നീളത്തിൽ ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരല്പം പൊടി കൂടി തൂവി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നീളത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പം നമ്മൾ നല്ലപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് കത്തി ഉപയോഗിച്ച് നമ്മുടെ പപ്പടത്തിന് എന്തുമാത്രം വലിപ്പം വേണോ അതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട്, ഇടത്തരം അല്ലെങ്കിൽ വലുത്, ചെറിയ പപ്പടം, അങ്ങനെ ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. എന്നിട്ട് നമ്മൾ പൊടി തൂവിയിട്ട് ഓരോ കഷ്ണങ്ങളും പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കനം കുറച്ച് പരത്താൻ ശ്രമിക്കുക. ഏറ്റവും കനം കുറച്ച് പരത്തിയില്ലെങ്കിൽ ശരിക്കും പൂരി പോലെ ആയിപ്പോവും. അപ്പോൾ നല്ലപോലെ കനം കുറച്ച് പരത്തുക. അപ്പോഴാണ് പപ്പടത്തിന് ടേസ്റ്റ് കിട്ടുക. പിന്നെ നമ്മൾ നനയ്ക്കാൻ കുഴയ്ക്കാനെടുത്ത വെള്ളം ഉണ്ടല്ലോ, അതിൽ നമുക്കിടെ താല്പര്യത്തിനനുസരിച്ച് ഉപ്പ് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചേർക്കാം കേട്ടോ. കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഉപ്പാണ്. അതുകൊണ്ടാണ് ഈ പ്രഷറുള്ളവരോട് പപ്പടം അധികം കഴിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പപ്പടമാകുമ്പോൾ നമുക്ക് നല്ല പാകത്തിന് ഉപ്പ് ചേർത്ത് ഉണ്ടാക്കാം. അപ്പോൾ അതാ കനം കുറച്ച് നമ്മൾ പരത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതൊരു പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പോ വെച്ചിട്ട് നല്ല വൃത്താകൃതിയിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാത്രത്തിൻ്റെ അടപ്പെടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. കണ്ടോ, ഇത്രയും കനേ പാടുള്ളൂ. അപ്പം ഞാൻ നല്ല കനം കുറച്ചാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം പരത്തി ഷേപ്പിന് മുറിച്ചെടുക്കാം. അപ്പം നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനെടുത്ത് വറുക്കാം. മിക്കവാറും കുഞ്ഞുങ്ങൾക്കൊക്കെ പപ്പടം വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതുപോലെ ശുദ്ധമായ പപ്പടം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ ആരോഗ്യത്തെയും ബാധിക്കില്ല. ഇപ്പോൾ ഇതൊരു കത്തി കൊണ്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അരികൊന്നും ഇതുപോലെ വിട്ട് നിൽക്കില്ല. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഒരു 100 ഗ്രാം ഉഴുന്നിന്ന് ഒരു 10-20 പപ്പടം, ഇത്രയും വലിപ്പമുള്ള 10-20 പപ്പടം കിട്ടും. പിന്നെ ഇതിൻ്റെ അരികൊക്കെ മുറിച്ചതിൽ നിന്ന് വീണ്ടും കുഴച്ചാൽ പിന്നെയും നമുക്ക് പപ്പടം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ സമയമനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ അരികെല്ലാം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ച് നമുക്ക് വീണ്ടും ഇതുപോലെ പരത്തി അതിൽ നിന്നും കിട്ടും കുറച്ച് പപ്പടം. ഇപ്പം നമ്മൾ പപ്പടം എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിലൊന്നും വെക്കരുത് കേട്ടോ. കാരണം ന്യൂസ് പേപ്പറിൽ കാർബണിൻ്റെ ഇതുള്ളതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഉരുളിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട്. ആ അടപ്പിൽ നമുക്ക് നിരത്തി വെച്ചിട്ട് ഒന്ന് വെയിൽ കൊള്ളിക്കാം. ഒത്തിരി സമയമൊന്നും ഉണങ്ങിപ്പോകരുത്, ഒന്ന് വാട്ടിയെടുത്താൽ മതി. കുറച്ച് സമയം. ഇത്രയും പപ്പടം നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതെല്ലാം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി വയ്ക്കാം. അപ്പം നമ്മൾ അല്പം മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും.
ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മായമുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. ഇനി ഇത് നമുക്കൊന്ന് വെയിലത്ത് വെക്കാം കേട്ടോ. ഒരു 5-10 മിനിറ്റ് വെയിൽ കൊണ്ടാൽ മതി. ഇത്രയും സമയം വെയിൽ കൊണ്ടാൽ മതി. ഇനി ആ പപ്പടം എല്ലാം നമുക്ക് എടുത്തിട്ട് അതിൽ പരത്താൻ ഉപയോഗിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടല്ലോ, അതെല്ലാം ഒന്ന് തട്ടിക്കളയാം. ഇനി ഞാൻ ഈ പപ്പടം ഒന്ന് വറുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല പോലെ പൊളച്ച് വരുന്നുണ്ട്. നല്ല അടിപൊളി പപ്പടമാണ്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ വേറെയും ഉപകാരമുള്ള വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ പപ്പടം എല്ലാം കണ്ടോ, പപ്പടം എല്ലാം വറുത്ത് വെച്ചു കണ്ടോ, പൊടിച്ചപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പപ്പടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.